ഇപ്പം ആദ്യമായിട്ട് ലോകത്ത് അംഗീകരിച്ചത്, ഇസ്രായേലിനെ അംഗീകരിച്ചത് അമേരിക്കയെ. അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പോലും നിലനിൽക്കില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം റിപ്പബ്ലിക്കൻ പാർട്ടി മാത്രമല്ല, അതിനകത്ത് ഡെമോക്രാറ്റ്സിൻ്റെ റോള് ഭയങ്കരമാണ് ഇസ്രായേലിനെ കൊണ്ടുവരാൻ വേണ്ടി. അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലും ഇസ്രായേലിന് വേണ്ടി ഏറ്റവും അനുകൂലമായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ജോ ബൈഡനാണ്. ഈ പറയുന്ന ഡെമോക്രാറ്റ്സ് ആണ്. ഇതൊക്കെ പൂർണ്ണമായിട്ടും ഈ മണ്ടൻ ചെറുക്കനെ അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡെമോക്രാറ്റ്സിനകത്തും അതിനകത്തെയും പല സീനിയർ നേതാക്കളും അതിൻ്റെ അകത്ത് ഫണ്ട് കൊടുക്കുന്നവരും ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും ഈ കൂട്ടരെല്ലാം ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. അവർ ഡെമോക്രാറ്റ്സും ഉണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഉണ്ട്. അതാണ് ഈ പറയുന്നത്. ഈ വട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ എലക്ഷൻ വരെ ഈ പയ്യൻ ജീവനോടിരിക്കാനുള്ള സാധ്യത പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെയാണ്. അറസ്റ്റ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ഇതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മാഡിസൺ സ്ക്വയറിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് ജനസൈഡ്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല ചെയ്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു വലിയ വിപ്ലവം, വലിയ പ്രശ്നമുണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇവരെല്ലാം ഗുജറാത്തികളാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറയുന്ന ആളിനെ ഈ ന്യൂയോർക്കിലുള്ള ഡെമോക്രാറ്റ്സ് പോലും വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചതാണ് ഈ ട്രംപാണ് ഭരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഈ റിവ്യൂലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തോട് അവിടെ നിന്നെടുത്ത് പുറത്താക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല. പല കാര്യങ്ങളുണ്ടാക്കും ഇവർ.